പ്രൊസീജിയേഴ്സ് അതിൽ തന്നിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇനി മെയിൽ മെർജ് എന്ന് പറയുന്ന പാഠം 5ാമത്തെ പാഠമാണ്. ഈ 5ാമത്തെ പാഠത്തിൽ മെയിൽ മെർജ് എന്താന്ന് നമുക്ക് പഠിക്കാം. അതും മൈക്രോസോഫ്റ്റ് വേർഡിലെ ഒരു പ്രധാന ഫീച്ചറാണ് മെയിൽ മെർജ്. അതുകൊണ്ടാണ് അതൊരു അധ്യായമായിട്ട് തന്നെ തന്നിരിക്കുന്നതിന്റെ കാരണം. ഇത് വേറെ മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ വേറെ സോഫ്റ്റ്വെയർ ഒന്നുമല്ല. നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കത്ത് നമ്മൾ അതിൽ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു എങ്കിൽ കത്തിന് എന്തുണ്ടാവും? ഫ്രം അഡ്രസ് ഉണ്ടാവും. ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മളെ അഡ്രസ്സാണ് വെക്കുക. ക്രിയേറ്റീവ് അക്കാദമി കൽപ്പറ്റ, ദ ഡയറക്ടർ ക്രിയേറ്റീവ് അക്കാദമി കൽപ്പറ്റ എന്ന് പറഞ്ഞിട്ടൊരു അഡ്രസ്സ് വെച്ചു. ഇനി ടു അഡ്രസ്സ് നമ്മൾ അയക്കുന്നത് വേറൊരു വ്യക്തിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റിക്കാന്ന് വിചാരിക്കാം. അങ്ങനെയാകുമ്പോൾ അതിന്റെ അതർ ഹയർ അതോറിറ്റീന്റെ വെക്കുക. ഇനി സ്റ്റുഡൻസ് ആയ നിങ്ങളാണ് ക്രിയേറ്റീവ് അക്കാദമിയിലേക്ക് കത്തയക്കുന്നെങ്കിൽ നിങ്ങളുടെ പേരായിരിക്കും ഫസ്റ്റിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റീവ് അക്കാദമി വെച്ചിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ അക്കാദമിയാണ് കത്തയക്കുന്നത് വെച്ചാൽ അക്കാദമിന്റെ പേര് വെച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ പേജും വെച്ചിട്ട് കത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരു 100 സ്റ്റുഡൻസിന് നമുക്ക് ഒരുമിച്ച് കത്തയക്കണം, ഇമെയിൽ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓരോ 100 കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്? 100 ആളുകൾക്ക് 100. അപ്പൊ അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിൽ വേണ്ടത് എന്ന് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരൊറ്റ ക്ലിക്കിൽ ഈ കത്ത് നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അടുത്തും എത്തുന്നത് അവരുടേതായ പേരിലായിരിക്കും, അവരുടെ മെയിലെത്തുന്നത്. അരുണിന് അരുണിന്റെ പേരിലെത്തും, പിന്നെ നിസിക്ക് നിസീന്റെ പേരിലെത്തും, രശ്മിക്ക് രശ്മിന്റെ പേരിൽ, ബേസിലിന് ബേസിൽ, അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ പേരിൽ ആ കത്ത് കയ്യിലെത്തും. അത് മെയിലായിട്ട് ഇമെയിലെത്തും. അപ്പൊ ഇമെയിൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ ക്രിയേറ്റീവ് അക്കാദമിയിൽ നിന്ന് ഇന്നതാണ് അതിലെ കണ്ടന്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒറ്റ കത്തേ നമ്മളിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മെയിലിംഗ് ഫീച്ചേഴ്സിന്റെ വേർഡ് ക്യാൻ ഹെൽപ്പ് യു ടു ഓർഗനൈസ് യുവർ അഡ്രസ് ഡേറ്റ, ഗെറ്റ് ഇൻ ടു ദ ഡോക്യുമെന്റ് ആൻഡ് പ്രിന്റ് ഇറ്റ് ഔട്ട് ഡിസൈഡ് ഫോർമാറ്റ്. അല്ല പ്രിന്റ് ചെയ്യാനും പറ്റും. പ്രിന്റ് ചെയ്യാലോ, നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലോ. അപ്പൊ അത് പ്രിന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കത്തുകൾ 100 കത്തുണ്ട്, 100 കത്തും പല അഡ്രസ്സ് വെച്ച് തന്നെ പ്രിന്റ് ചെയ്തോളൂ. ദ മെയിൻ യൂസസ് ഓഫ് വേർഡ്സ് മെയിൽ മെർജ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? മെർജ് നെയിംസ് ആൻഡ് അഡ്രസ് ടു സിംഗിൾ ലെറ്റർ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഡിഫറെന്റ് പീപ്പിൾ ഇൻ ദ നെയിംസ് ആൻഡ് അഡ്രസ്സസ്. യു ക്യാൻ ക്രിയേറ്റ് കാറ്റഗറീസ്. കാറ്റഗറികൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിംഗിൾ ലെറ്റർ വിത്ത് വേരിയബിൾ ഇൻഫർമേഷൻ ഫീൽഡ്. ഇപ്പൊ ഇൻഫർമേഷൻ ഫീൽഡ് വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ അവരുടെ ഏജ് ആയിരിക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് ഏജ് ഇൻസേർട്ട് ചെയ്യാം. ചിലടത്ത് അവരുടെ മാർക്ക് ഉണ്ടാവും. അപ്പൊ മാർക്ക് അവിടെ ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് ഫീൽഡുകൾ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിൽ ഉണ്ട്. യു ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് മെയിൽ മെർജ്ഡ് ഡോക്യുമെന്റ്സ് സച്ച് ആസ് ഡയറക്ടറി ലിസ്റ്റ്, ഇൻവോയ്സസ്, പ്രിന്റ് അഡ്രസ് ലിസ്റ്റ്, പ്രിന്റ് അഡ്രസ് ഓൺ ദ എൻവലപ്പ് ആൻഡ് മെയിലിംഗ് ലേബൽസ്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതില് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് ഇൻ മെയിൽ മെർജ്. അപ്പൊ മെയിൽ മെർജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഡോക്യുമെന്റ് ടൈപ്പുകൾ വേണ്ടത്? ഒരു മെയിൻ ഡോക്യുമെന്റ് വേണം. മെയിൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പേഴ്സണലൈസ്ഡ് ഡോക്യുമെന്റ് സച്ച് ആസ് സ്റ്റാൻഡേർഡ് ലെറ്റർ, എൻവലപ്പ്, മെയിലിംഗ് ലേബൽ ഈസ് നോൺ ആസ് ദ മെയിൻ ഡോക്യുമെന്റ്. അതിനെയാണ് നമ്മൾ മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ text and graphics that stay same for each versions of the merged document. For example, the return address and body of a form letter. ഇതിനെയാണ് മെയിൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, ബോഡി ഓഫ് എ ഫോം ലെറ്റർ. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള കുട്ടികൾക്കറിയാം, ഇവിടെ നിങ്ങൾ പഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് അല്ലെ? നിങ്ങളുടെ സ്റ്റുഡന്റ് ഇന്നയാള് ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്ക് മെസ്സേജ് വരും. അപ്പൊ ഓരോ കുട്ടിക്കും ഞങ്ങൾ ഇവിടുന്ന് പേരടിച്ചിട്ടല്ല മെസ്സേജ് വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ആണ് ആ മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ ആള് എന്നുള്ള പേര് അതിൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മെയിൽ മെർജിന്റെ മെയിൻ ഡോക്യുമെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് പോകുന്നത്. ഇനി ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത് ഈസ് എ ഫയൽ ദാറ്റ് കണ്ടെയ്ൻസ് ദ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ദ ഡേറ്റ സോഴ്സ് വേണം. ഈ ഡേറ്റ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേരും അഡ്രസ്സും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഡേറ്റ സോഴ്സ് വേണം. അതെങ്ങനെയാ അതും സെറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഡോക്യുമെന്റ് സെറ്റ് ചെയ്യുന്നു, രണ്ടാമത് ഒരു ലിസ്റ്റ് ഓഫ് പീപ്പിൾ. അങ്ങനെയാണല്ലോ നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടാവും അല്ലെ? നമ്മൾ ആദ്യം ഒരു ലെറ്റർ എടുത്ത് മാനുവലായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ലെറ്റർ ആദ്യം ഡ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നു, അത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ രജിസ്റ്റർ എടുത്തിട്ട് എത്ര ആളുണ്ട് അയാളുടെ 1, 2, 3 എന്ന് പറഞ്ഞ പേര് എഴുതി വെക്കുന്നു. എന്നിട്ട് കവറിലേക്ക് ലെറ്റർ ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ പ്രിന്റ് അല്ലെങ്കിൽ കോപ്പി എടുത്തതിന് ശേഷം ഓരോ കവറിൽ ഇടുന്നു, അതിന്റെ മുകളിൽ പേര് എഴുതുന്നു. ഇങ്ങനെയാണ് മാനുവലി ചെയ്യുക. അതേ സംഭവം തന്നെ നമുക്ക് ഇലക്ട്രോണിക്കലിയും ചെയ്യാൻ വേണ്ടി പറ്റും. മെർജ് ഡോക്യുമെന്റ്, വെൻ യു മെർജ് ദ
മെയിൽ ഡോക്യുമെന്റ് വിത്ത് ഡാറ്റ സോഴ്സ് തേർഡ് ഡോക്യുമെന്റ് കോൾഡ് മെർജ് ഡോക്യുമെന്റ്. ഇപ്പൊ ഡാറ്റ സോഴ്സുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയാണ് മെർജ്ഡ് ഡോക്യുമെന്റ് എന്ന് പറയാം. പിന്നെ ഈ മെർജ്ഡ് ഡോക്യുമെന്റ് ആയിരിക്കും ഇതിനെ പറയാം. അപ്പൊ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ മെയിൽ മെർജ് ഫീച്ചേഴ്സ് 2007 അവൈലബിൾ മുതലുള്ള വിൻഡോസിന്റെ വേർഷൻസിലൊക്കെ ഈ മെയിൽ മെർജ് അവൈലബിൾ ആണ്. അപ്പോൾ ക്ലിക്ക് ഓൺ ദ മെയിലിംഗ് ടാബ് ഓൺ ദ മെയിൻ ടാബ് ബാർ ടു ആക്ടിവേറ്റ് ദ മെയിലിംഗ് ഫീച്ചേഴ്സ് ആൻഡ് ടൂൾസ്. ദിസ് കംപ്രൈസസ് subtask such as create, start mail merge, write and insert field, preview result, finish and merge. ഇതിൽ കുറെ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നമുക്ക് ഞാൻ വഴിയെ നോക്കാം. മെയിൽ മെർജ് വിസാർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആ മെയിൽ മെർജ് മെയിലിംഗ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്താണ് മെനു ബാറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയുള്ള ഹോം, ഇൻസേർട്ട്, അതുപോലെ പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ, ഇത്രയും ആണ് മെയിൻ ആയിട്ട് വരുന്ന പിന്നെ മെനു ബാറിൽ വരുന്ന ഓപ്ഷൻസ്. അതിൽ ഒന്നാണ് മെയിലിംഗ് എന്ന് പറയുന്നത്. ആ മെയിലിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാം എന്താണ് സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് കാണാം. അതുപോലെ എന്താണ് സെലക്ട്, റെസിപ്പിയന്റ്, എഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാം. അപ്പൊ ഈ ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ മെയിൽ മെർജ് ചെയ്യാം. അപ്പൊ മെയിൽ മെർജ് വിസാർഡ് എന്നാണ് പറയാം. ഈ മെയിൽ മെർജ് വിസാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓപ്ഷനും തിരഞ്ഞിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. ആ ഓപ്ഷൻ എവിടെയാണ്, ഈ ഓപ്ഷൻ എവിടെയാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് അത് സേവ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊന്നും നമ്മൾ നോക്കി നടക്കേണ്ട കാര്യമില്ല. ഈ വിസാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു അസിസ്റ്റന്റ് ആണ് ഈ വിസാർഡ് എന്ന് പറയുന്നത്. ഈ വിസാർഡ് എന്ന് പറഞ്ഞ വർക്കിന്റെ അർത്ഥം അറിയാലോ അല്ലെ? എന്താണ് മാജിക്കാരന്റെ കയ്യിൽ കാണുന്ന ഒരു വടിയില്ലേ, അത് വെച്ചിട്ട് അവൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ കാണാം അവിടെ ഒരു പിന്നെ പുഷ്പം വരുന്നു, അല്ലെങ്കിൽ ഒരു പ്രാവ് വരുന്നു. തൊപ്പീന്റെ മോള് ആ വടി വെച്ച് 2 വട്ടം കറക്കുമ്പോൾ ഒരു പ്രാവ് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞ പോലെയാണ്. വളരെ അത്ഭുതകരമാണ് അല്ലെ? പെട്ടെന്ന് തന്നെ ഒരു പ്രാവ് അവിടെ വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ വിസാർഡ്, ഈ ഒരു ടൂള് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ മെയിൽ മെർജ് വിസാർഡ് എന്ന് പറയുന്ന വിസാർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഡോക്യുമെന്റ് ടൈപ്പ്, ഏത് ടൈപ്പ് ഡോക്യുമെന്റ് ആണെന്നാണ് ഫസ്റ്റ് ചോദിക്കുന്നത് വിസാർഡ്. അപ്പൊ നമ്മൾ പറയാണ് ലെറ്റർ ഉണ്ട്, ഇമെയിൽ ഉണ്ട്, എൻവലപ്പ് ഉണ്ട്, ലേബൽ ഉണ്ട്, ഡയറക്ടറി ഉണ്ട്, ഇങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏതാണ് വേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കിയുള്ളത് പിന്നെ ഈ വിസാർഡ് സ്വന്തം ചെയ്തോളും. ഇനി അടുത്തത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസാർഡ് അടുത്തതിലേക്ക് പോകുന്നു. സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ്. ഇതിൽ ലെറ്റർ ആണ് ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. യൂസ് കറന്റ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ്. കറന്റ് ഡോക്യുമെന്റ് ഉപയോഗിച്ചാൽ മതി, അല്ല പുതിയ ഡോക്യുമെന്റ് വേണോ എന്നൊക്കെ വിസാർഡ് ചോദിക്കുന്നു. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ്, സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ് അണ്ടർ ലെറ്റർ ഓപ്ഷൻ. there are 3 ഓപ്ഷൻസ് അവൈലബിൾ. അവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. യൂസ് ദ കറന്റ് ഡോക്യുമെന്റ്. കറന്റ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റ് തന്നെ അയക്കാം എന്ന് നമ്മൾ അനുവാദം കൊടുക്കുന്നതിനാണ് കറന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാർട്ട് ഫ്രം ദ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ? ഇന്നലെ ഞാൻ പറഞ്ഞു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു എക്സാമ്പിൾ, നിങ്ങളോട് ഇപ്പൊ എന്താണ് ഒരു കത്ത്, അപ്പൊ സാറേ ഒരു ടെംപ്ലേറ്റ് ഉണ്ടോ എന്നാ ചോദിക്കുക. ടെംപ്ലേറ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ എന്താ, ആരെങ്കിലും അയച്ചൊരു കത്തുണ്ടോ, ആ കത്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെയൊക്കെയാണ് ഈ കത്തിന്റെ രൂപം എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. അതേപോലെ തന്നെ എന്താണ് ഒരു ആപ്ലിക്കേഷൻ ഫോം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഏതെങ്കിലും കുട്ടികൾ എഴുതിയ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടോ, നീ എഴുതിയോടി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം വായിച്ചു നോക്കും. ഇതേപോലെ തന്നെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യും. ഇതിനെയാണ് ടെംപ്ലേറ്റ് എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ ടെംപ്ലേറ്റുകൾ വേർഡിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ ടെംപ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതേപോലെ ചെയ്യേണ്ടത്. സ്റ്റാർട്ടിങ് ഫ്രം എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. ഇപ്പൊ ടെംപ്ലേറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യാം, ന്യൂ ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ്, അപ്പൊ ഇതിൽ രണ്ടാമത് എന്താണ്, ലീവ്സ്. If you already have a document available with you, you can select the existing mail merge document and make necessary changes to the recipient. Okay. Let us start from the template. ടെംപ്ലേറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ട്, കുറച്ച് ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. ആ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ, വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ ഇവരൊരു ഇത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളോട് വിസാർഡ് ചോദിക്കുന്നത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണ്ടേ എന്നാണ് ചോദിക്കുക. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് മാനുവലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഒരു ഡാറ്റാബേസ്, വലിയൊരു ഡാറ്റ. 50 കുട്ടികളുടെ സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ ആണ്. 50 സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ നമ്മളെ കയ്യിൽ ഒരു പ്രിന്റ് ആയിട്ടോ അല്ലെങ്കിൽ എഴുതി വെച്ചതായിട്ടോ നമ്മളെ കയ്യിൽ വേണം. അതാണ് നമ്മൾ ഡാറ്റാ സോഴ്സിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പൊ ഡാറ്റാ സോഴ്സ് യൂസ് എക്സിസ്റ്റിംഗ് ഡാറ്റാ സോഴ്സ് ഉണ്ട്, കാരണം നമ്മൾ ഓൾറെഡി ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റണ്ടല്ലോ. പിന്നെ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ആ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഫീച്ചർ വിൻഡോസിലുണ്ട്. ആ വിൻഡോസിൽ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്റ്റുകളൊക്കെ സേവ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് പുതിയതായിട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഇതിൽ ക്രിയേറ്റിംഗ് ഡാറ്റാ സോഴ്സ്, മേക്കിംഗ് മെയിൽ
മെർജ് ഹെൽപ്പർ എന്ന് പറയും. ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ടൈപ്പ് ന്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രിയേറ്റിംഗ് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് അതിന് ഇത് കൊടുത്തിട്ടുണ്ട്, ന്യൂ അഡ്രസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ അഡ്രസ് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫില്ലപ്പ് ചെയ്യണം. അതെങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യാന്ന് പറയുന്നത്, കസ്റ്റമൈസ് കോളം, ഏതൊക്കെ കോളങ്ങളാണ് വേണ്ടതെന്ന് ആദ്യം വിസാർഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എന്ന കോളങ്ങളൊക്കെയാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിൽ കുറച്ച് കോളംസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ കോളങ്ങൾ കാണാം. ടൈറ്റിൽ ഇതിൽ സെലക്ട് റെസിപ്പിയന്റ് യൂസ് എക്സിസ്റ്റിംഗ് ന്യൂ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂ എൻട്രി ഇതിൽ കണ്ടില്ല, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇങ്ങനെയൊക്കെ കുറെ എൻട്രീസ് ഉണ്ട്. ഈ കോളങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, കമ്പനി നെയിം, അഡ്രസ് 1, അഡ്രസ് 2, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ്, കൺട്രി ഓർ റീജിയൻ, പിന്നെ ഹോം ഫോൺ, വർക്ക് പ്ലേസ്, ഇമെയിൽ അഡ്രസ്സ്. ഇനി നമുക്ക് വേറെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, നമ്മൾ എഴുതി ആഡ് ചെയ്യാം. ഇപ്പൊ മാർക്ക്, പിന്നെ എന്താണ് സ്റ്റുഡന്റ് ഫിസിക്സ് മാർക്ക്, കെമിസ്ട്രി മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. അത് നമ്മളെ ഇഷ്ടാനുസരിച്ച് എന്തൊക്കെ വേണം ആഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അത്രയും ഫീൽഡുകൾ വേണം നമ്മൾ ആദ്യം പറയാം. ഓക്കെ, വിസാർഡിനോട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫീൽഡ് ഉള്ള ഒരു ടേബിൾ വിസാർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഈ ടേബിളിൽ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഡേറ്റ എൻ്റർ ചെയ്യണം. ആ ടേബിൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, ടേബിളിൽ എൻ്റർ ചെയ്യണം. ഫസ്റ്റ് നെയിം, ഒന്നാമത്തെ ആളുടെ നമ്പർ ഇടുക, ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക, സെക്കൻഡ് നെയിം, കമ്പനി നെയിം, അഡ്രസ് ഒക്കെ ഇടുക. അത് കഴിഞ്ഞ് രണ്ടാമത് അടുത്ത ആളെ എൻ്റർ ചെയ്യുക, മൂന്നാമത്തെ ആളെ എൻ്റർ ചെയ്യുക, നാലാമത്തെ ആളെ എൻ്റർ ചെയ്യുക. ഇങ്ങനെ എത്ര ആളുണ്ടോ അത്രയും ആള്. ഇപ്പൊ 25 ആളുടെ 25 ആളുടെയും പിന്നെ ഡീറ്റെയിൽ അതിലേക്ക് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഡേറ്റാബേസ് ടേബിൾ എന്ന് പറയുന്നത്. അത് ഡേറ്റാബേസ് ആണ്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് ആക്സസ് ഒക്കെയാണ് ഇപ്പം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്റ്റ് ആണ്, വേറൊരു പ്രോഡക്റ്റ് ആണ്, വേർഡ് പോലെ തന്നെ നമ്മളുടെ ഡേറ്റാബേസ് സൂക്ഷിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്, മൈക്രോസോഫ്റ്റ് ആക്സസ്. DBMS എന്ന് പറയും, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. എന്നിട്ട് നമുക്ക് ഈ സാധനത്തിന് എവിടെ വേണമെങ്കിലും കൊണ്ട് സേവ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പിന്നെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോൾഡറിൽ കൊണ്ടുപോയിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ 1ാം ക്ലാസ്, ഇപ്പോൾ വലിയൊരു സ്കൂളൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ് 9ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ABC എന്നൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കി അതിലായിരിക്കും സേവ് ചെയ്യുക. ഇപ്പോൾ 10ാം ക്ലാസിന്റെ മാത്രം എടുക്കാം, 9ാം ക്ലാസിന്റെ എടുക്കാം. സേവ് ചെയ്തതിന് ശേഷം അവർക്ക് മെയിൽ അയക്കാം, പേരൻസിന് മെയിൽ അയക്കാൻ വേണ്ടി പറ്റും. When you finish specifying required data field on the new address list, click OK, Save as dialog box appears. അപ്പോൾ ഒരു Save as dialog box വരും. ആ Save as dialog box ആണ് നമ്മൾ എവിടെയാണോ കൊണ്ട് സേവ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് MDB എന്ന് പറയുന്ന എക്സ്റ്റൻഷനാണ് വരുന്നത് അല്ലേ, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആയതുകൊണ്ടാണ് MDB എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ വരുന്നത്. ഇനി എഡിറ്റിംഗ് എക്സിസ്റ്റിംഗ് ഡേറ്റ റെക്കോർഡ്, അതുപോലെ നമുക്കിപ്പോൾ ഓൾറെഡി ഉള്ള ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. അത് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം, എഡിറ്റ് ചെയ്യാം. പുതിയ പേരുകൾ അടിക്കണം, പുതിയ പേരും ഫോൺ നമ്പറൊക്കെ കൊടുക്കാം. ആൾക്കാരെ ഫോൺ നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആർക്കൊക്കെ അയക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ സെലക്ട് ചെയ്യുക, ഇത്ര ആളുകൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. റെസിപ്പിയൻ ലിസ്റ്റ് എല്ലാവർക്കും വേണമെന്നുണ്ടാവില്ല, അതിൽ കുറച്ച് ആൾക്കാരെ ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആൾക്കാരുടെ പേജുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫൈൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ പേരുകൾ സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെ പേര് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് റെക്കോർഡ് ദാറ്റ് യു വാണ്ട് ടു ചേഞ്ച് ആൻഡ് സേവ് ദ ചേഞ്ചസ്, അത് കഴിഞ്ഞ് സേവ് ചേഞ്ച് ചെയ്യുക. ക്രിയേറ്റിംഗ് ഡാറ്റ സോഴ്സ് യൂസിങ് വേർഡ് ടേബിൾ, അതുപോലെ വേർഡ് ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ടേബിൾ കൊടുത്തിട്ട് ഇതേ ഡേറ്റാബേസ് തന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വേർഡ് തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇൻസേർട്ട് ടേബിൾ ബൈ സെലക്ടിങ് ഇൻസേർട്ട് ടേബിൾ കമാൻഡ് ആൻഡ് മെയിൻ ബാർ, ടൈപ്പിംഗ് ഡാറ്റ ഫീൽഡ് നെയിം ആൻഡ് ടോപ്പ് ഓഫ് ദ ടേബിൾ, സ്റ്റാർട്ട് ടൈപ്പിംഗ് ദ റെക്കോർഡ് ഫ്രം ദ സെക്കൻഡ് റോ. When you finish entering all the data records, you save the table as a Word document ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് അത് പോകും. ഇതേപോലെ വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇത് എൻറോൾമെന്റ് നമ്പർ, നെയിം, അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്. ഇനി യൂസിങ് എക്സൽ വർക്ക്ഷീറ്റ് ടു ക്രിയേറ്റ് ഡേറ്റ സോഴ്സ്, അതുപോലെ തന്നെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പോലെ തന്നെ എക്സൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി. അപ്പൊ സേവ് ആസ് എക്സൽ കൊടുത്താൽ മതി. സ്റ്റാർട്ട് എക്സൽ പ്രോഗ്രാം, ഓപ്പൺ വർക്ക്ഷീറ്റ്, കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ നെയിമും എല്ലാം ടൈപ്പ് ചെയ്യാം. എക്സലിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പഠിക്കുന്നുണ്ട് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ. ഫിനിഷ് എൻട്രിങ് ഓൾ ദ ഡേറ്റ സോഴ്സസ്, സേവ് ദ വർക്ക്ഷീറ്റ് സേവ് ചെയ്യാം. അതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ടൺ ഇതും നമ്മൾ എങ്ങനെ എക്സലിൽ ചെയ്യാന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെ ഈ പ്രോസസ് അനുസരിച്ച് ചെയ്യാം. ഇനി മെർജിങ് ഡോക്യുമെന്റ്, മെർജ് ചെയ്യാൻ ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യണം, ഈ അഡ്രസ് ബുക്ക് ആയിട്ട് മെയിലിനെ മെർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൺസ് യു ക്രിയേറ്റഡ് മെയിൻ ഡോക്യുമെന്റ് ആൻഡ് ഡേറ്റ സോഴ്സ് ഡോക്യുമെന്റ്, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ഇൻ ദ മെയിൽ മെർജ് ആർ ടു ഇൻസേർട്ട് മെർജ് ഫീൽഡ്
ഇൻ ദ മെയിൻ ഡോക്യുമെന്റ് ആൻഡ് ദെൻ മെർജ് ഡേറ്റ ഇൻ ദ മെയിൻ ഡോക്യുമെന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു മെർജ് ചെയ്യാന്നാണ് പറയുക. മെർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ഫീൽഡിൽ ടു മെർജ് ഫീൽഡ് ഇൻ ദ ഡോക്യുമെന്റ് യു ഹാവ് ടു ഡു സം എഡിറ്റിംഗ് ഇൻ ദ മെയിൻ ഡോക്യുമെന്റ്. അപ്പൊ നമ്മൾ മെയിൻ ഡോക്യുമെന്റ് വീണ്ടും എടുത്തു. മെയിൻ ഡോക്യുമെന്റിൽ ഫ്രം അഡ്രസ് അടുത്ത അയക്കേണ്ട ആൾക്കാരുടെ അഡ്രസ് ആണ് നമുക്ക് മെർജ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ എന്തൊക്കെ ഫോളോ ചെയ്യണം, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിസാർഡ് തന്നെ ചെയ്യാം. മെയിൽ മെർജ് വിസാർഡ് ആൻഡ് ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്ക്. കണ്ടോ ഇതിൽ ഇവിടെ ഇങ്ങനെ കാണാം എന്തൊക്കെയാണ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് ഇതിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്ത് ചെയ്യും, അവിടെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും വരിക. കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം എന്താണ് ഇൻസേർട്ട് അഡ്രസ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇൻഡിവിജ്വൽ അഡ്രസ് ഫീൽഡ് ഇൻസേർട്ടഡ് ഇൻ ദ മെയിൻ ലെറ്റർ. മെയിൻ ലെറ്ററിൽ അവിടെ പേരുണ്ടാവില്ല, ആരുടെ പേരും ഉണ്ടാവില്ല. കണ്ടോ ഫ്രം അഡ്രസ് ടു അഡ്രസിന്റെ അടുത്ത് നെയിം എന്ന് മാത്രമേ ഉള്ളൂ. ആ നെയിം വെറുതെ നെയിം എന്നല്ല, അതിന്റെ ഇടത്തും വലത്തും രണ്ട് എന്തുണ്ട്, ഒരു ഗ്രേറ്റർ ദാൻ സൈൻ പോലത്തെ ഒരു സൈനൊക്കെ കാണും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ നെയിം എന്ന് പറഞ്ഞ ആ ഫീൽഡിൽ പർട്ടിക്കുലർ പേഴ്സന്റെ നെയിം ഓട്ടോമാറ്റിക്കലി അയക്കുന്ന സമയത്ത് വന്നോളും, നമ്മളൊന്നും ചെയ്യേണ്ട എന്നാണ് അതിന്റെ അർത്ഥം. അഡ്രസ് 1, അഡ്രസ് 2, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്. പിൻകോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പിൻ നമ്പർ മാത്രം നമ്മൾ എന്താണ് ഒരു പ്രത്യേക ഒരു ഉണ്ടല്ലേ 2 ഇതിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതുപോലെ എൻറോൾമെന്റ് നമ്പർ. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യുന്ന അഡ്രസ്സിന്റെ ഉള്ളിൽ ഡിയർ പാരന്റ് എന്നുള്ള പാരന്റ് എൻറോ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ എന്താണ് ഈ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സൈനിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഉറപ്പാണ് എന്താണ് ഈ പാരന്റിന്റെ പേര് അവിടെ വന്നോളൂ എന്ന് വരാം. ഡിയർ പാരന്റ് യുവർ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് അതിന് ചൈൽഡിന്റെ പേര് അവിടെ വരണമെങ്കിൽ അവിടെ ഇതേപോലെ ഒരു ഓപ്ഷൻ കൊടുക്കും. അപ്പൊ യുവർ ചൈൽഡ് ഈസ് ആബ്സെന്റ് ഫോർ ദ എന്താണ് ഇന്ന ക്ലാസ്സിന് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുകയാണെങ്കിൽ അപ്പോൾ ആ സ്റ്റുഡന്റിന്റെ പേര് ഓട്ടോമാറ്റിക്കലി വരും, പേരന്റിന്റെ പേരും ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ ഡേറ്റാബേസ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെക്കണം. ഞാൻ ആദ്യം പറഞ്ഞു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ പേരന്റിന്റെ പേരും സ്റ്റുഡന്റിന്റെ പേരും ചെയ്ത് വെച്ചാൽ മാത്രമേ ആ കറസ്പോണ്ടിങ് പേരന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റുഡന്റ് അവിടെ വന്ന് വീഴുള്ളൂ. ആഫ്റ്റർ യു കംപ്ലീറ്റ് ദ ഡോക്യുമെന്റ് ഇൻസേർട്ട് ഓൾ ദ മെർജ് ഫീൽഡ്. ഇപ്പൊ മെർജ് ഫീൽഡ് ഓഫീസ് ബട്ടണിൽ ചെന്ന് സേവ് ആസ് ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് സേവ് ദ ഫയൽ ആസ്, ആ ഫയൽ നമുക്ക് വേണ്ടടുത്ത് കൊണ്ട് സേവ് ചെയ്യുക. ഇതിനാണ് മെർജ്ഡ് ഡോക്യുമെന്റ് എന്നാണ് പറയുക, മെർജിങ്. അത് കഴിഞ്ഞിട്ട് മെർജിങ് ഡേറ്റ ഇൻ മെയിൻ ഡോക്യുമെന്റ്. അതും ഇത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റിംഗ് മെയിലിംഗ് ലേബൽസ് ബൈ മെർജിങ് ആൻഡ് അഡ്രസ് ലിസ്റ്റ്. അഡ്രസ് ലിസ്റ്റ് ക്രിയേറ്റ് മെയിൻ ഡോക്യുമെന്റ്, ക്ലിക്ക് ന്യൂ ഓൺ ദ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, ദെൻ മെയിൽ മെർജ് സബ് ടാസ്ക്. ഇതിൽ കാണാം നിങ്ങൾക്ക് മെയിൻ ഡോക്യുമെന്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിലിംഗ് ലേബലുകൾ ഉപയോഗിച്ച് നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും. അതിന്റെ ഫോർമാറ്റ് കണ്ടോ, ഇതിൽ ലേബൽ ഓപ്ഷൻസ് ഒക്കെ ഇതിൽ തന്നിട്ടുണ്ട്. ഇപ്പൊ ലേബൽ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പേജ് നമ്പർ, പ്രൊഡക്റ്റ് നമ്പർ, ന്യൂ ലേബൽ, അതുപോലെ ന്യൂ ലേബൽസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓപ്പൺ ഡേറ്റ സോഴ്സ്, അത് കഴിഞ്ഞിട്ട് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ സോഴ്സ് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ റെസിപ്പിയന്റുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഔട്ട്ലുക്ക് എന്നാണ്, ഔട്ട്ലുക്ക് എന്ന് എടുത്തിട്ട് റെസിപ്പിയന്റുകളെ സെലക്ട് ചെയ്യുന്നു. അതിന് യൂസ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് തന്നെ യൂസ് ചെയ്യാം. ഒറ്റയടിക്ക് സെലക്ടിങ് ഡേറ്റ സോഴ്സ് ഓപ്പൺ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ പ്രോസസ്സ് പഠിച്ചു വെക്കുക. ഇത് കാണിക്കാം. ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് എഡിറ്റ് റെസിപ്പിന്റെ ലിസ്റ്റ് എന്നുണ്ട്. ഇതിൽ ഓൾറെഡി ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അയാള് നമ്മൾ ഇതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഇവിടെ എൻ്റർ ആവും. ഉണ്ടോ ഫസ്റ്റ് നെയിം, യൂസർ നെയിം ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. നമ്മൾ കേസർ എവിടെ വെച്ചിട്ടാണോ എൻ്റർ അടിച്ചതെന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും എൻ്റർ ആവുക. നമ്മളെ ടൈപ്പിംഗ് കേസർ ആണ് അതിനെ ലീഡ് ചെയ്യുന്നത്. ഏറ്റവും മേൽഭാഗത്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും മേൽഭാഗത്ത് കർസർ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് റെസിപ്പിയന്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡ് അവിടെ വന്ന് വീഴും. ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് അവിടെ കൊടുക്കാം. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പേരും കാര്യങ്ങളൊക്കെ വന്നോളും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതൊരു പ്രാവശ്യം വന്നു കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പം ഇൻസേർട്ട് മെയിൽ ഇതിൽ ഏതൊക്കെയാണ് വേണ്ടതെന്നുണ്ട്. ടൈറ്റിൽ ഉണ്ട്, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, കമ്പനി നെയിം, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ്. ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽഡ് മാത്രമേ അതിൽ വരുള്ളൂ. ഇമെയിൽ അഡ്രസ്സും കൂടി വേണമെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന എന്തൊക്കെയാണോ അതായിരിക്കും മെയിൽ മെർജിൽ വരിക.
അപ്പൊ അതിന്റെ പിന്നെ പ്രൊസീജിയർ ഈ 10 എണ്ണത്തിലായിട്ട് എഴുതിയിട്ടുണ്ട്. റൈറ്റ് ആൻഡ് ഇൻസേർട്ട് മെനു. ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ പ്രോസസ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. വായിച്ച് നോക്കിയാൽ മതി. ഇനി ക്രിയേറ്റിംഗ് എൻവലപ്സ് ബൈ മെർജിങ് ആണ് അഡ്രസ് ലിസ്റ്റ്. അതേപോലെ എൻവലപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് യു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ഡേറ്റ സോഴ്സ് as explained earlier, it is easier to merge this address list with your envelope so that you can directly print the addresses in the envelopes. ഇനി പ്രിന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ എൻവലപ്പുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ അഡ്രസ്സുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എഴുതുന്ന കാര്യങ്ങളൊക്കെ എഴുതിയതിനു ശേഷം എൻവലപ്പ് എന്ന് പറയുന്ന ഇതിലേക്ക് കൊടുക്കണം. അപ്പൊ ഇതിൽ എങ്ങനെ എൻവലപ്പ് കൊടുക്കുക എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ് ന്യൂ ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുത്തു, മെയിലിംഗ് സ്റ്റാർട്ട് മെയിൽ മെർജ്, അത് കഴിഞ്ഞിട്ട് എൻവലപ്പ് കൊടുക്കണം. എൻവലപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻവലപ്പ് ഓപ്ഷൻ ഡയലോഗ് ബോക്സ് വരും. അപ്പൊ ആ എൻവലപ്പ് എങ്ങനെയാണ് വ്യൂ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻവലപ്പിന്റെ ലെവലിൽ അഡ്രസ്സുകൾ വരും. ഇനി ഓപ്പൺ ഡേറ്റ സോഴ്സ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? വൺസ് യു ഫിനിഷ് സെലക്ടിംഗ് ലേബൽ ബൈ ഫോർമാറ്റിംഗ് യൂസ്, ഇറ്റ് ഈസ് നൗ ടൈം ടു സെലക്ട് ദ ഡേറ്റ സോഴ്സ് ഫ്രം വേർ ദ ഡേറ്റ വിൽ ബി ഗെറ്റ് ആഡഡ് ടു ദ ലെവൽസ്. ഇൻ ദ മെയിൻ tab bar under mailing tab, click select recipients and then click new list, use existing list, select from Outlook contact. ഇതും സെയിം തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ കോണ്ടാക്ട് കൊടുക്കാം, എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എടുക്കാം, അതുപോലെ ഔട്ട്ലുക്ക് നിന്ന് നമുക്ക് കോണ്ടാക്റ്റുകൾ എടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്, എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഡേറ്റ സോഴ്സ് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിൽ ആരൊക്കെയാണ് വേണ്ടത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാം, എൻവലപ്പിന്റെ മുകളിൽ പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ പ്രിന്ററിൽ എൻവലപ്പ് ഇടേണ്ടി വരും. എൻവലപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, എൻവലപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അപ്പൊ നമ്മൾ ഈ പിന്നെ എന്താണ് തപാലിലൊക്കെ അയക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ കവർ എന്ന് പറയുമല്ലോ, കവർ ലെറ്റർ. അതിന്റെ ഉള്ളിൽ നമ്മൾ ലെറ്റർ വെക്കും, മുകളിൽ കവറും ആയിരിക്കും ഉണ്ടാവും. അപ്പൊ കവറിന്റെ മുകളിൽ അഡ്രസ്സുകൾ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വന്നോളൂ. അപ്പൊ 10-20 ആളുകളുടെ 20 ആളുടെ അഡ്രസ്സും വരും. ഇനി നെക്സ്റ്റ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൻ ഡോക്യുമെന്റ് ആൻഡ് മെർജ് ഡോക്യുമെന്റ്? മെർജ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഡോക്യുമെന്റ് ആണ്. ദ മെയിൽ മെർജ് ഡേറ്റ സോഴ്സ് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് ഡേറ്റ സോഴ്സ്. നമുക്ക് എക്സലോ അതുപോലെ തന്നെ ഡേറ്റാബേസ് ആക്സസോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. വിസാർഡ് ആണ് നമ്മൾ ഡേറ്റാബേസ്. യു ക്യാൻ മെർജ് ഡേറ്റ റെക്കോർഡ്സ് ടു ഡാഷ് ഓർ ഡാഷ്. മെർജ് ചെയ്യുന്നത് ഡേറ്റ റെക്കോർഡിലേക്കാണ്, മെയിൽ മെർജിലേക്ക്. To send merge document to electronic mailing, it is necessary that your computer has the dash connection. അപ്പോൾ ഇലക്ട്രോണിക് മെയിലിംഗ് നമ്മൾ ഇമെയിൽ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ വേണം, എങ്കിൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. അതുപോലെ വേർഡ്സ് മെയിൽ മെർജ് ഫീച്ചേഴ്സ്, യു ക്യാൻ മെർജ് അഡ്രസ് ലിസ്റ്റ് in a single letter that can be sent at different people, but you cannot insert variable field in the body text of the letters. അത് തെറ്റായതാണ്. It is not possible to send the merged document for fax without a fax machine connected to your computer. ഫാക്സ് അയക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഫാക്സ് മെഷീൻ പ്രിന്റ് ചെയ്യുന്ന ആൾക്ക് ഫാക്സ് മെഷീൻ ഉണ്ടായാൽ മതി. നമുക്ക് ഫാക്സ് മെഷീൻ ഇല്ലെങ്കിലും അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഫാക്സ് മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഫാക്സ് ആയിട്ട് റിസീവ് ചെയ്യുള്ളൂ. ഫാക്സ് എന്നൊക്കെ പറഞ്ഞ ഓൾഡൻ രീതിയിലുള്ളതാണ്. പല സ്ഥലത്തു നിന്ന് ഇപ്പോൾ ഈ വലിയ വലിയ ഓഫീസുകളിലൊക്കെയാണ് ഫാക്സ് മെഷീൻ ഉണ്ടാവുക. ടെലിഫോൺ ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഫാക്സ് മെഷീൻ ഉണ്ടാവുക. ലോകത്തിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും കത്തയക്കാം. ഫാക്സ് മെഷീൻ എന്ത് ചെയ്യും, കത്ത് കിട്ടിയ പാടെ അപ്പം തന്നെ പ്രിന്റ് ചെയ്ത് പുറത്തേക്ക് കൊടുക്കും. അതാണ് ഓട്ടോമാറ്റിക് പ്രിന്റിംഗ് ആണ് ഫാക്സ് മെഷീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഇല്ല, വളരെ കുറവാണ്. അപ്പൊ പ്രിന്റഡ് ആയിട്ടുള്ള ഇപ്പം വലിയ മേലധികാരികളിൽ നിന്നൊക്കെ പ്രിന്റഡ് ആയിട്ടുള്ള ലെറ്റർ കിട്ടുമ്പോൾ ഈ ഫാക്സ് മെഷീൻ ആണ് പ്രിന്റ് ചെയ്ത് വെക്കുക. നമ്മൾ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഡേറ്റ റെക്കോർഡ്സ് ക്രിയേറ്റഡ് ഇൻ ദ വർക്ക്ഷീറ്റ് യൂസിങ് എക്സൽ കനോട്ട് ബി യൂസ്ഡ് ആസ് എക്സൽ ഉപയോഗിക്കാം. നമുക്ക് എക്സൽ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഫീഡ്ബാക്ക് ടു ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അതിന്റെ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ടെർമിനൽ ക്വസ്റ്റ്യൻസ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ മെയിൻ ഡോക്യുമെന്റ് ഡേറ്റ സോഴ്സ്, അത് നിങ്ങൾ ചെയ്യുക. റൈറ്റ് 2 ഫീച്ചേഴ്സ്, മെയിൽ മെർജിന്റെ 2 ഫീച്ചേഴ്സ് പറയാറ്റ് ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്പ് ഇൻ ക്രിയേറ്റിംഗ് മെയിൻ ഡോക്യുമെന്റ് ഫോർ ഫോം ലെറ്റർ. എങ്ങനെയാണ് ഇതൊക്കെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. ഡോക്യുമെന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. റൈറ്റ് സ്റ്റെപ്പ് ഇൻ എഡിറ്റിംഗ് എക്സിസ്റ്റിംഗ് ഡേറ്റ റെക്കോർഡ്സ് ഇൻ മെയിൽ മെർജ്. എഡിറ്റ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണ്? എക്സിസ്റ്റിംഗ് ഡേറ്റ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ റെക്കോർഡാണ് ഡേറ്റ സോഴ്സ്. അതിനെങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ളത്. ഹൗ ഡു യു ക്രിയേറ്റ് എ ഡേറ്റ സോഴ്സ് യൂസിങ് വേർഡ് ടേബിൾ? അല്ല, വേർഡ് ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാം. റൈറ്റ് സ്റ്റെപ്സ് ഇൻ യൂസിങ് എക്സൽ വർക്ക്ഷീറ്റ് ആസ് എ ഡേറ്റ സോഴ്സ് ഫോർ മെയിൽ മെർജ്. എങ്ങനെയാന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എക്സൽ വർക്ക്ഷീറ്റ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എക്സൽ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് എങ്ങനെയാ ചെയ്യുന്നത്. ഡേറ്റാബേസിന് പകരം എക്സലിന് സേവ് ആസ് എക്സൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സൽ ആയിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് മെയിൽ മെർജ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്.
ഇനി അടുത്തത് 6ാമത്തെ ചാപ്റ്റർ ബേസിക്സ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ കണക്കൂട്ടാൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലെ നമ്മളെ കമ്പ്യൂട്ടർ പാക്കേജിലെ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് സ്പ്രെഡ്ഷീറ്റ്. അപ്പൊ ഈ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ടേബിളായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ആ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കും. ചില ആളുകളൊക്കെ ചില ഓഫീസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഈ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ കള്ളി വലിയ കള്ളിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ലെറ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വേർഡാണ്. സ്പ്രെഡ്ഷീറ്റിലല്ല ലെറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ വലിയ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ വലിയൊരു ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴൊക്കെയാണ് സോഫ്റ്റ്വെയറുകൾ വന്നത്. പണ്ട് കാലങ്ങളിലൊന്നും സോഫ്റ്റ്വെയർ ഇല്ല. ആ സോഫ്റ്റ്വെയറുകൾ അത്രമാത്രം ഡെവലപ്ഡ് അല്ലാത്ത കാലഘട്ടത്തിലൊക്കെ വലിയ വലിയ കമ്പനികൾ പോലും എക്സലിനെയാണ്. പറഞ്ഞോളൂ ആരാ? കണക്ഷൻ കറക്റ്റ് ആവുന്നില്ലേ? സ്പീഡ് പോകുന്നുണ്ടോ? സ്പീഡ് കൂടുതലാ? ആ 1 മിനിറ്റ് ഞാനിപ്പോ റെഡിയാക്കാം. ഇപ്പോഴോ? ഓക്കെ. അതെ, ഫോൺ ചാർജറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം സ്പ്രെഡ്ഷീറ്റ് എങ്ങനെയാന്നുള്ളത്. അപ്പോൾ സ്പ്രെഡ്ഷീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഷീറ്റ് ഹാവിംഗ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഇപ്പൊ റോകളായിട്ടും കോളങ്ങളായിട്ടും വലിയ രീതിയിൽ ഇൻഫർമേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഷീറ്റാണ് ശരിക്കും സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത്.